കേടുപോയി ലിഫ്റ്റ് ഉണ്ടോ പാടെ കുറച്ച് നടന്നാൽ മതി. ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെറോ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലുലു മാളിൽ വന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇനു ബേബീനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അപ്പയും വന്നിട്ടുണ്ട്. ഗൈസ് താറ്റേരോ ഇതാ നമ്മളെ ചക്കരക്കുട്ടി ചക്കരുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഫുള്ള് കൊച്ചി എറണാകുളം കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഇവർക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞ് ആ സ്ഥലങ്ങൾ അപ്പം ഓക്കെ അല്ലേ? ഏയ് ഞാൻ നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? ചക്കര ഓക്കെ അല്ലേ? ഡീൽ ഡീൽ. അപ്പം ബാക്കി നമുക്ക് ഇൻസൈഡിന് കാണാം. ചെഫക്ക് അത് വേണമല്ലോ, ആ ട്രോളി. ചോദിച്ചോക്ക് പോയി ചോദിച്ചോക്ക് പോ, തരുമെന്ന്. എങ്ങനെയുണ്ട് ചക്കര? സൂപ്പർ. എന്ത്? ഇൻഷാ അല്ലാ സമയാവട്ടെ, വരും. ഏടത്തേക്ക് പോന്ന്? ഇങ്ങനെ പോന്നാ? ഇതിപ്പോ നടന്ന് മറ്റേ ലൂപ്പ് പോലെ ആക്കും. വെറുതെ അമ്മായി മുടിപ്പിക്കോ, ലോൺ എടുപ്പിക്കോ? ഗൈസ്, നിങ്ങ ഇങ്ങനെ മുഖംമുടിയെല്ലാം ഇട്ടാണുമ്പോ വിചാരിക്കും ആമ ഈ വീഡിയോയില് വരുന്നോണ്ട് വീഡിയോ മറ്റേ ഈ ബുർക്ക ഇടുന്ന കണ്ടിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടക്കല്. അതുകൊണ്ടാണ് ഗൈസ്, അല്ലാണ്ട് വീഡിയോയിൽ മാത്രം ഇട്ടെന്ന് വിചാരിക്കണ്ട. പിന്നെ വീഡിയോയിൽ വരാനുള്ള മടിയുണ്ട്, കണ്ട ഒളിച്ചിക്കുന്നു. ഇനിയിപ്പോ അവിടെ പോന്ന് ഇത് ഇങ്ങനെ നടക്ക. പിന്നെ നമുക്ക് ഏറ്റവും വെള്ളം അപ്പൊ തിന്നല് അവിടെ പാർക്കുള്ളത് സ്പാർക്കീസ്. എന്റെ കാർഡുണ്ട്, അതിൽ റീചാർജ് ചെയ്താൽ മതി. കാർഡിന്റെ പൈസ എടുക്കണ്ട. ലുലുവിലെ സ്പാർക്കീസ് ഇതെല്ലാം എന്ത് സാധനം? സൺസ്ക്രീം ഏത്? നീ കിടന്ന മോനിച്ചാ സൺസ്ക്രീൻ? എന്ത് ഞാൻ പറഞ്ഞു, ഈ കുപ്പി ഇവിടെ തന്നെ വെക്കാം, കൈമ പിടിച്ചിറക്കണ്ടല്ലോ. അപ്പം കറങ്ങി കറങ്ങി ഇങ്ങനെ നിൽക്കും. നമുക്ക് തായ്ക്കുമ്പോൾ അതിന് എടുത്താൽ പോരാ. അപ്പോൾ ഓള് പറയുന്നത് എന്ത് ഇങ്ങനെ നടത്തിക്കാൻ, എന്നിട്ട് ലാസ്റ്റ് പറയും ആടെത്തിട്ട് പറയും വേറെ പോവാന്ന്. ഒന്നും അറിയില്ല, എന്നിട്ട് വലിയ ഡയലോഗ്. ബാത്റൂം എവിടെ? പിന്നെ വിശക്കണതാ
നമ്മള് TV സഫ TV മേടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഈ വലിയ TV ആണ് ചെറുതാണോ? എല്ലാം ഓരോന്നും എടുക്കുമല്ലോ. സഫ മേടിക്കുന്നു പറയുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം അവള് ബണ്ടൽ മാത്രമാണോ അല്ലെങ്കിൽ ലൈവായിട്ട് എടുക്കും. എനിക്കത് ഇങ്ങനത്തെ വേണമെന്നുണ്ടായിരുന്നു. എന്ത് വാങ്ങിച്ചോ? ആ പിന്നെ കുത്തിയിരുന്നു അവിടെ. പിന്നെ അങ്ങനെ ഏത് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്? ആണല്ല, അതേപോലെ കെട്ടിനെ അനുസരിക്കണം എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. പറയുന്ന ഒരു പിന്നെ ചാടുന്ന ആളെ കണ്ടാലും മതി. ജി 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 ഇതൊക്കെ എന്ത് സംഭവം? ഫ്രെയിം, സാധാ ഫ്രെയിമാ? കല്ലല്ലേ ഒറിജിനൽ? ഹാൻഡ് വർക്കാണ്. ഇതിന് വീഡിയോ എടുത്ത സീൻ ഉണ്ടെന്നുണ്ടാ? ഇല്ലല്ലോ. തൊട്ടുവിടാവുന്നു. കാണുന്നുണ്ട ഗൈസ്? ആ അത് കിട്ടൂല. ചിലപ്പം അത് 500 വാൾട്ടായിരിക്കും. ചക്കരക്ക് ബർഗർ വേണം എന്നൊരു കരച്ചിലാണ്. ചോറ് തിന്നല്ല. അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ്. ചക്കര ഫുഡ് എങ്ങനെ ഉണ്ടായി? സൂപ്പറാ? എന്തെന്നാന്ന് ഇത്ര സമയത്ത് പ്ലാൻ ആക്കുന്നത്? ഉരുട്ടുന്ന അത് ഉരുട്ടുന്ന കാണണല്ലോ ഗൈസ്. കണ്ടു കഴിഞ്ഞാ വിശന്ന് നല്ലോണം വിശന്ന്. അപ്പോൾ പിന്നെ കണ്ണു മൂക്കും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഫുഡ് കഴിച്ച്. സ്റ്റാർട്ടിങ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ കഴിക്കുന്നുണ്ട്. നമുക്ക് ആമ മുഖമുടി ഊരി ചോറിക്കുമ്പോൾ പിന്നെ എന്തായാലും ഊരണമല്ല. അപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഗൈസ്. നെയ് ഓക്കെ, നെയ് വേണം പോലും. താങ്ക് യു. നെയ്യ് അങ്ങനെ ഗായ്സ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ട് ഫുഡെല്ലാം? ഫുഡ് അടിപൊളി തന്നെ. പാമ്പ് കര പിടിങ്ങിയ മാതിരിയായി. പാമ്പ് കര പിടിങ്ങിയ മാതിരി. അതായത് കൊറേ എന്തെന്നാ കൊറേ ഐറ്റംസ് ശരിക്കും ഇതിലെങ്ങാട്ടി കൂടുതൽ ഉണ്ടാവലുണ്ട്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ
ഇത് ഇവരിപ്പോ ഇന്നെന്തോ കുറച്ച് സാധനം ഇവര് നല്ല കെണി പിടിച്ച്. അല്ലല്ലണേ ഇവിടുന്ന് തന്നെ ഞാൻ കഴിച്ചിനി, പക്ഷെ ഇവിടെ തന്നെ മുന്നേ ഉണ്ടായിനി. ഇതിപ്പോ അവര് സാധനങ്ങൾ ഐറ്റംസ് കുറച്ച് ആയിരിക്കും, മേ ബി പൈസ കൂട്ടി. അപ്പൊ കുഴപ്പമില്ല, പൈസക്കുള്ള സാധനം ഉണ്ട്. റായത്തായിനാണേ. നിനക്ക് എങ്ങനെയുണ്ട് ഫുഡ്? അൽഹംദുലില്ലാ, കുഴപ്പമില്ല. സൂപ്പർ. ചക്കര പായസം കുടിച്ചിനാ? അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ കൊച്ചി എത്തിയിട്ടുണ്ട്. ഒന്ന് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. ആമ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് അടക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ചക്കര ഉണ്ട്, ചക്കര ഐസ്ക്രീം, 2 പിള്ളേർ ഐസ്ക്രീം കഴിച്ചുകൊണ്ട്. മാർക്കൊന്നുമില്ല. അതെ, കള്ളകൾക്കൊന്നുമില്ല, കുഞ്ഞുങ്ങൾക്ക് മാത്രം ഐസ്ക്രീം അല്ലേ? ഇല്ല, ഞാൻ അത്രയും എടുത്തുള്ള. അപ്പൊ 2 പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തത്. എനിക്ക് അപ്പൊ സ്പെഷ്യൽ വാങ്ങിച്ചു തരും, അതുകൊണ്ട് ഞാൻ പിന്നെ ഐസ്ക്രീം ഉണ്ടാവും. എന്നെ എടുക്കാൻ പറയുമ്പോ ചക്കര അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ബ്ലൂബെറിയും ആമാക്ക് ടെൻഡർ കോക്കണ്ട് വാങ്ങിച്ചു കൊടുത്തു. ഗൈസ്, നമുക്കൊരു ചലഞ്ച് നടത്താം ഇവിടെ. നമ്മളൊരു അതിഭയങ്കരമായൊരു ചലഞ്ചിലേക്കാണ് ഇപ്പം മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത്. അല്ലല്ല, നമുക്കിപ്പം നമുക്ക് നേരത്തെ അപ്പം വാങ്ങിച്ചു തന്നെ ഐസ്ക്രീം. അപ്പൊ ഇപ്പം സഫോന്റെ ഈ ഒരു ഐസ്ക്രീം ഓരോരോ ഞാൻ പറയട്ടെ. താങ്ക് യു. ഇനി പോണാക്കുവാണ്ട ചാലഞ്ച് മാത്രം വേണ്ട. ഇത് തന്നെയാണ് അടവ്. എന്റെ സീറ്റ് മോഷ്ടിച്ചു ഗൈസ്. അങ്ങനെ ഒന്നല്ല, എനിക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ സീറ്റ് ചോദിച്ചാണ് ഗൈസ്. ബോട്ടിലിട്ടാ കേട്ടിട്ടാ ബോട്ട് ശരിക്കും ഇങ്ങനെ ആടുന്നതാ. ആർക്ക്? എനിക്കാ? അത് പറയ്. ഒറ്റക്കായ കൊണ്ടല്ല, കൊച്ചുള്ളതുകൊണ്ട്. ഒറ്റക്ക് ഇപ്പൊ എന്താ പോണെങ്കിൽ മുങ്ങി പോവല്ലേ. എനിക്ക് നീന്താൻ അറിയില്ല. ലൈഫ് ജാക്കറ്റ് എനിക്കറിയാം. കപ്പലാടുന്നുണ്ട് ഗൈസ്. കപ്പലല്ല, ബോട്ട്. സോറി. കപ്പലൊക്കെ പോകുന്നുണ്ടോ? ഡ്രൈവർ ഞാനാണോ? ഡ്രൈവർ ഞാനല്ല, ഡ്രൈവർ ഇപ്പൊ വരും. ഒരാൾ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാവരും ഇറങ്ങണം. എടുക്കായിരുന്നു ഇത്ര നേരം വീഡിയോ. ആൾക്കാർ വന്നോണ്ടുണ്ട്, നല്ല റഷായി ഗൈസ്. ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും ഇറങ്ങി പോണേന്ന്. അപ്പോൾ വിചാരിച്ച ആൾക്കാർ കയറിയിട്ട് സ്ഥലമില്ല ഇരിക്കാൻ. നമ്മളിപ്പോൾ മട്ടാഞ്ചേരി പോവാണ് ഗൈസ്. കൊച്ചി മട്ടാഞ്ചേരി. നമ്മള് രണ്ടുപേരും ഫസ്റ്റ് ആദ്യം കേട്ടോ ബോട്ടിൽ കയറുന്നു. നമ്മൾ രണ്ടുപേരും ആദ്യം ഒരുമിച്ച് അങ്ങനെ പറ. നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഞാനും കയറിയിട്ടുണ്ട് കപ്പലില്. ഞാൻ കയറിയില്ല. അതിനാണ് ഡ്രൈവർ വന്നു. മൂപ്പർ എന്താക്കും നോക്കാലോ നമുക്ക്. ആദ്യം എന്തോ പിടിച്ച് ഞെക്കി, രണ്ടാമത് വേറെ സാധനം ഞെക്കി. ഇപ്പൊ 2 ആളുണ്ട്.
അങ്ങനെ ചക്കര വന്നിട്ടുണ്ട്. എവിടെ പോകുന്ന അറിയോ ചക്കരക്ക്? എവിടെ ബോട്ടിൽ പോകുന്ന നമുക്ക് തലയെല്ലാം കറങ്ങണ്ട. അടിപൊളിയാ. അപ്പൊ ഇന്ന് നമ്മള് ഫുള്ളായിട്ട് കറക്കാനുള്ള പ്ലാനിങ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആ ബോട്ട് കയറുന്നത്. കപ്പലിൽ കയറിയിട്ടുള്ളൂ. ബസ്സിൽ കയറിയ തലകറങ്ങും, ബോട്ടിലും തലകറങ്ങുന്നു. ശരിയാവില്ല. പിന്നെ വേറെന്താ ചക്കര? തിരിച്ചെത്ര മണിക്കല്ലോ നീ ചോദിച്ചേ? ടൈമീരാ തിരിച്ച് വണ്ടി ഇല്ലല്ലോ. അപ്പ തിരിച്ചു പോവാൻ കഴിയില്ല, വണ്ടി ഇല്ലാന്ന്. അല്ലാന്ന് വണ്ടി ഇല്ലാലോ പറഞ്ഞേ. ഇല്ലാലോ. വാ. വാ. എന്താണ് എന്താ പറഞ്ഞ? 9:30 വരെ. 9:30 ലാസ്റ്റ് അല്ലേ? 9:30 വരെ ഉണ്ടല്ലോ. 9:30 വരെ. കുഞ്ഞിനെ അമ്മേനെ കൊടുത്തണെന്നോ? അപ്പൊ അടിയില്ലേ നമ്മളിപ്പോ മട്ടാഞ്ചേരി എത്തിയിരിക്കുന്നു. മട്ടാഞ്ചേരി ഇറങ്ങി വരുന്നതാണ്. ഇതന്നെ ബോട്ട് ചെത്തിയല്ലേ? എവിടെ വന്ന ദേവത. ഇതാ പോന്നതാ യൂബർ വണ്ടി. ഇങ്ങനെ പിടിച്ച് തല സ്ഥലത്ത് പോണ വേറെ. എന്താടി? ആ ചിരിച്ചതിന്റെ അർത്ഥം പറയും, കേക്കട്ടെ. കേട്ടില്ല. കൊടുത്തു. ആ നിന്നെ ഇഷ്ടായോ ഒന്ന്? ഇപ്പൊ എവിടെ പോണമ്മ? ചോദിക്കത്ര ഇങ്ങനെ കയറല. ചോദിക്ക്. ശരീരം
ചക്കര അടിച്ചോളെ. പ്രേമ പ്രേമ സിനിമയില്ലേ നിവിൻ പോളിയുടെ ആരും ആക്കൂടെ ഇതൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. ദിലീപിന്റെ പടം അറിയാതിരിക്കണ്ട. അതന്നെ. എല്ലാ ഷൂട്ടിങ് ഇപ്പോഴാണ് നടക്കണ്ടാണ് ഷൂട്ടിങ്. ഇപ്പഴോ ഏത് സിനിമ അത് പുതിയ പിള്ളേരാണ്. ആണോ? പള്ളി ഭയങ്കര പഴക്കം ചെന്ന പള്ളിയാണ്. 1300 മട്ടാഞ്ചേരി പള്ളി മട്ടാഞ്ചേരി അപ്പുറമാണ്. മട്ടാഞ്ചേരി അപ്പുറമാണ്. അതായത് മറ്റേ ഗ്രാമഫോണൊക്കെ പിടിച്ചില്ലേ? ഗ്രാമഫോണ് ഒന്നാമൻ തൊട്ടാമ്പമ്പി അങ്ങനെയുള്ള പടമൊക്കെ പിടിച്ച അവിടെയാണ്. ചൂട്ടൗണിൽ ചൂട്ടൗൺ. അതാണ് ചൂട്ടൗൺ. അങ്ങനെ വേണോ? വേണ്ട. വേറെ കൊച്ചിക്കാരുണ്ടായിട്ട് ഒന്നും അറിയില്ല. ഇവിടെ കേട്ടാ ഇവിടെ രാവിലെയൊക്കെ വന്നം 5 മണിയാകുമ്പോ എല്ലാം അടക്കും. മ്യൂസിയം ഒക്കെ അടക്കും. മ്യൂസിയം ഉണ്ട്, പാലസ് ഉണ്ട്, ചർച്ച് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മ്യൂസിയം തന്നെ 3 എണ്ണം ഉണ്ട്. പാലസ് ഉണ്ട്, രാജാവിന്റെ കൊട്ടാരം ഉണ്ട്, പിന്നെ ജൂതന്മാരെ സിനഗോഗ് ഉണ്ട്. എന്തെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കൊച്ചിനെ ബാക്കിലൊരു കൊച്ചിക്കാരുണ്ട്, ഒന്നും അറിയില്ല. പിന്നെ ബ്രിട്ടീഷുകാരൻ മറ്റേ വാസ്കോഡി ഗാമി, അയാളെ പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച്. പിന്നെ പോർച്ചുഗീസുകാരെ പള്ളി സാന്തക്രൂസ് ബസലിക്ക. പിന്നെ ബിഷപ്പ് ഹൗസ് ഉണ്ട്, ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം ഉണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. അതൊക്കെ ഓട്ടോറിക്ഷയിലെടുത്ത് ഒരു 2-3 മണിക്കൂർ കറങ്ങണം. അപ്പോൾ എല്ലാം കാണിച്ചു തരും. എത്ര പൈസയാകും? ഒരു 10-600 രൂപ ആവുള്ളൂ. ആ നാളെ വരാം. നാളെ വന്നാ നാളെ വന്നിട്ടും കാര്യമില്ല കേട്ടാ. നാളെ ലീവല്ലേ? നാളെ ഫ്രൈഡേ അല്ലേ? പാലസ് ക്ലോസ് ആണ്, സിനഗോഗ് ക്ലോസ് ആണ്, ക്ലോസ് ആണ് വെള്ളിയാഴ്ച. പിന്നുള്ളത് ശനിയും ഞായറുമാണ്. അന്ന് നല്ല തിരക്കുണ്ടാവുമല്ലോ അല്ലേ? നല്ല തിരക്കാണ്. അങ്ങനത്തെ വണ്ടിയിൽ നമ്മൾ നോക്കണം അല്ലേ? ഇങ്ങനെ നോക്കണേ, കാല് മുട്ടാണ്ട്. ഇതാണ് വാട്ടർ മെട്രോ കേട്ടോ. എറണാകുളത്തേക്ക് പോവാം. ഓ ഇത് ലാസ്റ്റ് വന്നതല്ലേ? ലാസ്റ്റ് സീസൺ എന്തെന്നാണ് മെട്രോ നേരത്തേക്ക്? വാട്ടർ മെട്രോ വാട്ടർ മെട്രോ ഹൈക്കോട്ടില്ലേ? ഹൈക്കോട്ടിലേക്ക് വാട്ടർ മെട്രോയിൽ പോവാം. ഇവിടെ അറിയിക്കോട്ടാ. ഓക്കെ. ഇതിലാണ് നടന്നു പോകാൻ. ഇതാണ് ബീച്ച്. ഇതാ നടക്കാനുള്ളൂ കേട്ടാ. പള്ളിയൊക്കെ അപ്പുറം അങ്ങനെ അപ്പുറത്ത് കൂടെ കറങ്ങി പോവാം. അങ്ങനെ വണ്ടി പോകില്ല. അവിടെ ബ്ലോക്കിലേക്ക് സേവട്ടുണ്ട് അവിടെ. ഇതിലാക്കി തന്നില്ല. ഈ കടപ്പുറമൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടാ. കുളിക്കാനും നിൽക്കരുത് കേട്ടാ. കണ്ടോ, കാണാൻ ഒരുപാടുണ്ട്. മമ്മൂട്ടിന്റെ ഭാര്യ പേരുണ്ട്. പിന്നെ എന്താണ് നിഗം, സൈനികത്തിന്റെ ഉമ്മയുടെ വീടുണ്ട്. സൗബിന്റെ വീട് അവിടെയാണ്. അൻവർ ഹുസൈൻ്റെ വീടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വീട് ഇവിടെയാണ്. അതൊക്കെ ഓട്ടോറിക്ഷയിൽ പോയി കാണണം. അങ്ങനെ നടന്നതിനൊന്നും കാണാൻ പറ്റില്ല. ഏതെങ്കിലും പോട്ടേതാ കാണാൻ കേട്ടാ. ഓക്കെ. ഒന്നും അറിയില്ല, ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ടില്ല ഇവള് കൊച്ചിക്കാരിന്ന് പേര്. അതന്നെ സൈനികത്തിന്റെ വീടൊന്നും കണ്ടിട്ടില്ല. എന്നാ വാപ്പാ പോവാലോ. എന്തായി നോക്ക്. ഇങ്ങനെ വെറുതെ ഞാൻ വെച്ച് എന്തിപ്പോ തെറിയ എന്ത് പാട്ടാ? ടൂറിനെ കാണാനുണ്ടാവുന്നു. ടൂറില്ല
ആ ചക്കരേനെ ഇവിടെ കൊണ്ടുവന്ന അപ്പൊ അവിടെ പോക്കറ്റ് കാലിയോ. അപ്പൊ കണ്ണു കിട്ടിട്ട് ഒറ്റോട്ടോ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കൊച്ചിയിൽ വന്നിട്ടൊന്നും വാങ്ങിയിട്ടില്ല. എന്റെ വീഡിയോ എടുക്കണ്ടാന്ന്. അങ്ങനെ സ്പീഡിൽ നടക്ക്. നോക്ക് നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്കണേ, വീഡിയോ എടുക്കട്ടെ. കണ്ണടച്ചു ഓടിക്കോ. കന്യാകുമാരി പോയാണില്ല. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഈ സ്ഥലം. ആ എന്നെ അപ്പൊ പറഞ്ഞ അപ്പൊ ഇവിടെ ഒരു കൊച്ചിക്കാരി വൈഫ് ഉണ്ടായിട്ട് വരെ എനിക്ക് ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടാ. എന്റെ ആപ്പ കാരണം ഈ സ്ഥലമെല്ലാം കണ്ട്. പിന്നെ അവിടെ എന്ത് പോവാനുള്ളത് ഇങ്ങനെ പറഞ്ഞു. പാർക്കുണ്ട് അപ്പാ ബാക്കില്. ചക്കര നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? നോക്കി എടുക്ക്. ചാണകം, ഈ ചാണകം ചവിട്ടി, ചക്കര ചാണകം ചവിട്ടി. പാർക്കിൽ കയറാൻ പൈസ ഉണ്ടാണേ. ഇതാ ഊഞ്ഞാല് ഊഞ്ഞാല് പോടുന്ന്. ടയറിൽ ഊഞ്ഞാല്. അയ്യോടാ, ഞാൻ ആടാൻ പോയി, എൻ്റെ ആഗ്രഹം പൊട്ടിപ്പോയി. ആ അതന്നെ. വാ, എൻ്റെ പേഴ്സ് പോവാ. എൻ്റെ പേഴ്സ് ബാഗിലിടാം അല്ലേ? ഇതാ ചക്കര വരികയാണ്. ചക്കര ബിഹേവ് എങ്ങനെയാണ് മാഡം? പോവായിരുന്നു. നിങ്ങൾ പറയൂ, സംസാരിക്കൂ. നിങ്ങൾ പറയൂ, കാര്യം പറയൂ, കാര്യം പറയൂ. യോക്ക് ഇങ്ങനെ ആടാവോ? ആ പ്രശ്നമുണ്ടാ? ഈ ഇതെന്തെന്ന് കാനുമില്ല, ഇതുമില്ല. ഇത് ആളെ എണ്ണുണ്ടപ്പോ. നീ കാല് പൊന്തിച്ച് ഇത് ഞാൻ പൊന്തിച്ചു, നീ താക്കാൻ കഴിയോ? നോക്കിയേ, വെയിറ്റ് ചെയ്യാൻ അപ്പൊ കൂടുതല്. അതിനെ ബലം പിടിക്കണ്ട, പൊന്താൻ മടിയാന്നല്ലോ. നീ അപ്പൊ എൻ്റെ അത്ര വെയിറ്റ് ഇല്ല അല്ലേ? അതല്ലേ ഒരു അർത്ഥം. മുക്കല്ലേ? പക്ഷെ 64 ഞാനാകെ 50 ഉള്ളൂ. വേണ്ട, അങ്ങനെ പൊന്തിക്കില്ല. ഞാൻ നോക്കി അപ്പൊ താണാ പൊന്തൂലല്ലോ. അപ്പൊ ആ ഇങ്ങനെയാ? ആ ശരി തന്നെ. താന്നാ പിന്നെ പൊന്തൂല കേട്ടാ. സംഭവം അതാണ്. ആയിട്ടാ മിഡിലായാ? മിഡിലായാ? ആയിട്ടാ മിഡിലായാ? ആയിട്ടാ? നീ 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 എന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നീ എന്നെ ഒറ്റ പോക്കാ. എന്തെന്നാ ഇത് വെള്ളരിക്കാ പറ്റണോ? ആയിട്ടാ സെന്റർ ആയിട്ട്. ഇപ്പൊ സെന്റർ, ഈ സെന്റർ ഇല്ല. അതെ ഇപ്പൊ സെന്റർ ഇല്ല 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 ഇല്ല. ഒന്നും കൂടെ നീ സ്റ്റാർട്ട് ചെയ്തിട്ട് നീ എന്നെ. ആയിട്ടാ ആയിട്ടാ ഇരിക്കണ തവള. ഓക്കെ ആയിട്ടാ സെന്റർ.
വെട്ടുണ്ടായിരുന്നു എടുത്തപ്പോ മേനോട് പല്ലാത്തുള്ളപ്പോ കാണണം. അപ്പുറം വെട്ടുണ്ട്. ഓക്കെ റെഡി ആയിട്ടാ നീ മുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മുക്കാൻ പാടില്ലാന്നറിയില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഫോൺ പിടിക്കുന്ന ആള് പൊങ്ങുന്നു. ഫോണിന്റെ വെയിറ്റ് ആയിരിക്കും. അപ്പൊ താഴെയല്ലേ വേണ്ടത്. അതിലറാ ബാ ബാ അതില് ഊർന്നിറങ്ങുമ്പോ എന്റെ കാല് അന്ന് അതില്ലറ റെഡില് പിടി. റെഡില് കയറാവോ? തൊണ്ടി കയറാൻ പോവുകയാണ്. അയ്യേ വണ്ടർലയിൽ ഊർന്നിറങ്ങലൊക്കെ കയറേണ്ടത് വെള്ളത്തില്. നമുക്ക് കുറച്ച് വണ്ടർലേ പോട്ടെ മേനു. ാണോ എന്താ അതല്ലേ വളഞ്ഞിറങ്ങി. അതെയോ? ഇപ്പൊ ഇവിടെ ലൈസൻസ് ഒക്കെ വേണോ അല്ലേ? ചെറിയ കടയിൽ നിന്ന് അങ്ങനെ ഒന്നും ഇല്ല. ലൈസൻസ് വേണോ അല്ലേ? അവര് വന്നിങ്ങനെ നോക്കിട്ട് പോകും. അവര് പോലീസും ഇവിടെ ഇപ്പൊ ആൾക്കാർ കുറവ് കുറെ ആയിട്ട്. ഈ മാസം കൂടെ കഴിയും. ഒരാള് ഇപ്പൊ മഴ സീസൺ ആയിട്ട് ഈ മഴ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടോ? ഡിസംബർ ഫോറിനേഴ്സ് ഒക്കെ വരും. ഇത് ഈ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത്? ആ സാധനം ഒരു ഗ്ലാസ്സിൽ ആദ്യം നാരങ്ങ ഇതിന്റെ പകുതി ഇഞ്ചിയിലും മുളക് ഇപ്പോഴാണല്ലോ വന്ന പൈസ ഐസ് ഇടും. എന്നിട്ട് കുലുക്കരിക്കും. വെള്ളം കറക്കും. സോഡ ഇടൂല്ലേ? സോഡ ഇതിലിട്ടുണ്ടെങ്കിൽ ഇടും. പക്ഷെ കുലുക്കൂല. ഇത് കുലുക്കി സർവത്ത്. ഇതിലൊക്കെ സോഡ ഇടുള്ളൂ. ഫാഷൻ ഫ്രൂട്ട് അല്ലേ അത്? ഇത് കാന്താരി നെല്ലിക്ക. ആ ഇത് ഫാഷൻ ഫ്രൂട്ട്. പച്ചമാങ്ങ കാന്താരി. ഇത് ഫാഷൻ ഫ്രൂട്ട് അല്ലേ? ആ ഇത് അതല്ല, അത് പച്ചമാങ്ങ. ഇത് ആ അങ്ങനെയാണ് ഇച്ചാന്റെ കഥകൾ. അപ്പൊ നിങ്ങള് നാട്ടിൽ പുറത്തേടി ഇങ്ങനെ പോയിട്ടൊന്നുമില്ല? ഞാൻ 10 വർഷം കഴിക്കും. എവിടെ? ഞാൻ അവസാനം അജ്മാനില് ഷാർജയിലാണ് ഞാൻ ഉണ്ടായിരുന്നു. 6 വർഷം ഷാർജയിൽ, 3 വർഷം അജ്മാനിൽ, 1 വർഷം ഒമാനിൽ. ഗൾഫിൽ പ്രവാസിയായ പിന്നെ മരിക്കോൾ അടന്നെ ആയിപ്പോ അല്ലേ? മോളെ കെട്ടിച്ച് ഇപ്പൊ വീട്ടിൽ നിങ്ങളെ വൈഫ് മാത്രം. അങ്ങനെ ഗായ്സ് നമ്മൾ കുറേയൊക്കെ ബീച്ചിൽ ഊഞ്ഞാലൊക്കെ ആടി കിഡ്സിന്റെ ചക്കര കുറേ ഗെയിമൊക്കെ കളിച്ചു. ഞാൻ അടി കൊണ്ടപ്പോ അപ്പുറത്തെ ഒരു ചെറുക്കനുണ്ടായി വലിയ ആള്.
പി അടിച്ചോണ്ട് വിസിലടിച്ചോണ്ട് ഒരാള് വന്നിട്ട് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. അതേ ഒരു കുഞ്ഞാനെ ഇരുത്തിയേക്ക് നോക്ക്. നിന്നോടാ പറഞ്ഞ? അങ്ങനെ ഇരുത്താം. നിന്നോടാ പറഞ്ഞ? എന്നോടല്ലാന്ന് വേറെ ആളോട്. ഇതെന്ത് സംഭവം? മെട്രോ? വാട്ടർ മെട്രോ. വാട്ടർ മെട്രോ വെള്ളത്തിലേ ഇതെന്താണ് ഗൈസ്? അറിയുന്നവര് കമന്റ് ചെയ്യാ. ഇത് പുതിയ വന്നൊക്കെയാണ് പറയണത്. മനസ്സിലായിട്ടില്ല, എനിക്ക് എന്താന്ന് അറിയില്ല. വാട്ടർ മെട്രോ എന്നൊക്കെ പറയണത്. എന്നിട്ട് എന്റെ അടുത്തുനിന്നൊരു വലിയ ആളായിരുന്നു. അയാള് പുള്ളി വലിയ കാര്യത്തിന് വന്ന് ഒലിപ്പിക്കണല്ലോ. എന്നിട്ടേ ചക്കരനോട് ഹായ് എന്നൊക്കെ ഹായ് എന്ന് കുറെ സ്കൂളിംഗ് ക്ലാസ് ഒക്കെ വലിയ ചിരിയൊക്കെ തിരിച്ചിരുന്ന. അപ്പൊ ഒരു വിസിലടിച്ച അയാളെ ബാക്കിലേക്കാക്കി പോവാൻ മതി. ഓഫ് ചെയ്തില്ലേ? ഇറങ്ങടെ വന്നേ. അറബികള് തന്നെ സുന്ദരികള് സുന്ദരികള്. അത് വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു. സുന്ദരി കോതകൾ പോകുന്നു. അറബികൾ അറബികൾ തന്നെയാ. ഈ നിമിഷം ഇതെവിടെ സ്ഥലം? കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൊച്ചി. നല്ല ക്രോക്സ് ഉണ്ട്. മാഫി ഫുലൂസ്. പട്ടികളെ മേനെ പട്ടി. ഐസ്ക്രീം ഇവിടെ ഇതാണ്. ഇത് വേറെ കപ്പാണ്. ഏത് കപ്പ്? അങ്ങനെ നമ്മൾ വീണ്ടും ബോട്ടിലേക്ക് കയറി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യലായി. ഒന്നാമത് ടയർഡായി, ഫുൾ ടയർഡായി. എന്താ അറിയില്ല. പോയി ഒന്ന് കുളിക്കണം, എന്നിട്ട് വേണം ഒന്ന് കുറച്ച് സമയം കിടക്കാൻ. ജങ്കാർ വന്ന് ഓട്ടോം പോലീസും ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കയറാൻ കഴിയില്ലല്ല. ഇപ്പൊ ആ വലിയ ബോട്ടിലാണ് ഗൈസ് ഇവരൊക്കെ വരുന്നത് കേട്ടോ, ഈ ബൈക്കും കാറൊക്കെ. ആ ഇത്രയും വണ്ടികളോ അതിലോ? അപ്പൊ അമ്മ അതിന്റെ എത്ര വലിപ്പം എത്ര ഉള്ളത്? വലിയൊരു കപ്പൽ പോകുന്നുണ്ട് ഗൈസ്. ഇപ്പൊ ഈ ഇത്ര സ്ഥലങ്ങളിൽ ഇത്രയും വണ്ടി ഇറങ്ങി വന്നല്ലേ. ഇത് ഫുള്ളി കാണുന്ന മൊത്തം ജിങ്കാറാണ് ഗൈസ്. ഇത് ജിങ്കാറ്. ഞാനൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്ന, സത്യം പറഞ്ഞെങ്കിൽ. ഇതിലിപ്പോ കൊറേ വണ്ടി കേറി ഇതിന്റെ അകത്തിട്ടോ. ഇതിന്റെ അകത്തേക്ക് കൊറേ വണ്ടി കേറി. ഇപ്പൊ ഇതെങ്ങനെ പോകുന്ന നോക്കട്ടെ. പോവല്ലേ? അമ്പോ പൊളിയാട്ടാ.
ഇത് കാണാത്തവർക്കൊക്കെ ഒരു നല്ല രസമായിരിക്കും, കാഴ്ചയായിരിക്കും കേട്ടോ. സൂപ്പറാ. അതിൻ്റെ അടുത്ത് വേറൊരു ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സിഗ്നൽ കൊടുത്ത്, പക്ഷേ ഇത് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് വണ്ടി. അത് പോയി. അതിങ്ങനെ ആടിക്കൊലയുന്നുണ്ടാ അമ്പോ. ഗൈസ്, അപ്പോൾ ഇത് ഇറങ്ങുന്നതാണ് ഗൈസ്. നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ആക്കിയത്. നമുക്ക് നോക്കാം. അമ്പോ, ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ അതൊക്കെ. ഞാൻ ഈലൊക്കെ ഇവിടെ കൊണ്ടാക്കാനൊക്കെ വരുന്നതാ ആൾക്കാരെ. ആ സമയത്ത് ചെങ്കാർ പോയിട്ടുണ്ടാവും. ഇനി ടിക്കറ്റ് എടുക്കണമല്ലോ. ഫസ്റ്റ് ഇങ്ങനല്ല നീ പറഞ്ഞ ഫ്രീ എന്നല്ലേ. ടിക്കറ്റ് എടുക്കില്ല. നമുക്ക് നടന്നിട്ട് പോവാ. അല്ല, ഇതിൽ 300 കൊടുത്താ പോവാ ഒരാൾക്ക്. ഇത് എവിടെ കൊണ്ടല്ലോ, ഇത് എവിടെ കൊണ്ടുവിടല്? നമ്മ നേരത്തെ നിർത്തിയടുത്ത് തന്നെ ആടെ തന്നെയാ സ്റ്റോപ്പ് ആയിരിക്കുന്ന. കാരണം അവിടുന്ന് കാറുകളും വണ്ടികളും വരുന്നത് ഇതിലേ വന്നത്. നമ്മ കാർ അവിടെ ഇട്ടിട്ട് മറ്റേ ബോട്ടിന് കയറി പോകുന്നില്ലേ, വണ്ടിയുള്ളവരിങ്ങനെ വന്നത്. ഞാൻ മൂപ്പരോട് ചോദിക്കുമ്പോ 3 ഉറുപ്പ്യ എന്നാ പറഞ്ഞേ. ബ്ലോക്കായി. ഇതുണ്ടോ, ഇത് കീയുമ്പോ അടുത്ത ട്രിപ്പ് കയറും. 2 വണ്ടിയാ, 2 ചെങ്കാറുള്ളത്. ഇനിയിപ്പം ഇവര് ഇപ്പൊ ഇത്രയേറെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഇനിയിപ്പോ കയറും. ഫ്രണ്ടിൽ ഇരിക്കേണ്ട സ്ഥലം ഉണ്ടാണ്. വലിയ വലിയ വണ്ടികൾ ഫസ്റ്റ്. ഇതിൽ പോയാൽ നമ്മളിപ്പോ ബോട്ടിൽ നിന്ന് കയറി അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഇറക്കാം. അപ്പൊ ഞമ്മ ആടെ ചങ്കാർന്ന് വരുന്നുണ്ടില്ലല്ലോ. കല്യാണേ, ഇതിപ്പോ ഈ വണ്ടി പോയാട്ട് അടുത്ത ചങ്കാർ വരും. ആ, 3 ആളിനൊന്നല്ല. ഇത് പോയിട്ട് ആടെ എത്തുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് ലോഡാക്കി കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ ലോഡ് കീച്ചിട്ട് കഴിയും. പക്ഷെ അത് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് പോകും. നടുക്ക് 2 നടുക്ക്. അതാ യൂബർ പോകും. കുഞ്ഞിനെ വിളിച്ചിട്ടാ. വേറെ കുഞ്ഞ് ഓടി നടക്കാനാകുമ്പോ പോവാം.
അപ്പോൾ ഗൈസ് ഇത് ലോഡ് കയറി. അപ്പം എന്തായാലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരു പുതിയൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക. എന്നെപ്പോലെ നിങ്ങളും ഫസ്റ്റ് ആണോ കാണുന്നതെന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പതേ അവിടെ പോയിട്ട് ഉപ്പ ഇത് കാണുമ്പോഴായിരിക്കും ഇങ്ങനെ പോയായിരുന്നു നന്ന്. നമുക്കായിട്ടുള്ള വണ്ടിയാണിത്. ചക്കര പിടിച്ചിക്ക ഫോണിടില്ല. ഫോണുകളും കൊണ്ട് നിറഞ്ഞ് ബ്ലോഗർ ആപ്പാ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.